അപ്പോൾ നമുക്കിന്ന് ഓണം സ്പെഷ്യൽ ഒരു അവിയൽ ഉണ്ടാക്കിയാലോ. വീട്ടിലുള്ള എല്ലാ പച്ചക്കറികളും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് അവിയൽ. അപ്പോൾ അവിയലിൽ മുരിങ്ങക്ക, പാവക്ക ഒക്കെ ചേർക്കുന്നവരുണ്ട്. അപ്പോൾ ഞാനിതിന്ന് കാസർഗോഡ് സ്റ്റൈലിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ തക്കാളിയും ബീട്രൂട്ടും ഉള്ളി ഒഴികെ നമ്മളെ കയ്യിൽ എന്ത് പച്ചക്കറി ഉണ്ട് അത് വെച്ച് ഇത് തയ്യാറാക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ അടുത്തുള്ളത് ഇത്ര പച്ചക്കറികളാണ്. വെള്ളരിക്കയുണ്ട് ഒരു കഷ്ണം, കുമ്പളത്തിൻ്റെ കഷ്ണം, ചേന, ക്യാരറ്റ്, ഇത് ഞങ്ങളുടെ കാസർഗോഡ് അളസണ്ട എന്ന് പറയും, നീളം പയർ, കോവയ്ക്കയുണ്ട്, പിന്നെ പച്ചമുളക് ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് മങ്കക്കായ് എന്ന് പറയും, ഇവിടെ കായാണ്, പച്ചക്കായ്. എത്രയുമാണ് എന്ന് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ തൊലി ചെത്തി, കായൻ, ചേന, ഇതൊക്കെ കുമ്പളൊക്കെ തൊലി ചെത്തി എല്ലാം വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുള്ളതാണ്. ഒരു റിക്വസ്റ്റ്, ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. വൃത്തിയാക്കി വെച്ച ഈ പച്ചക്കറികൾ ഓരോന്നായി നീളത്തിൽ അരിഞ്ഞെടുക്കാം. പച്ചക്കറിയെല്ലാം മുറിച്ച് കഴിഞ്ഞു. ഇത് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഞാനിതൊന്ന് കുക്കറിലാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ കുക്കറിലിട്ട് മാറ്റാം. ഇനി ഇതിലോട്ടൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നല്ലവണ്ണം ഒന്ന് കുടഞ്ഞെടുക്കാം. ഒറ്റ വിസിൽ മതിയാവും. ഇതിന് കൂടുതൽ വെന്ത് കുഴഞ്ഞു പോയാൽ ബുദ്ധിമുട്ടാണ്. ഒറ്റ വിസിൽ മതി. നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു ചെറിയ തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 3 പച്ചമുളക്, 1/2 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. ഇത് കറിക്ക് നല്ലൊരു നിറം വരാൻ വേണ്ടിയിട്ടാണ്. ഇത് എരിവില്ലാത്ത മുളകാണ്. വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കാം ആദ്യം. ഇപ്പോൾ നല്ലോണം ചതഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. അവിയലിൻ്റെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കാം എന്തായിട്ടുണ്ടെന്ന്. കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർക്കുന്നതിന് മുമ്പായിട്ട് ഒരു തണ്ട് കറിവേപ്പില മുകളിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. കാസർഗോഡ് സ്റ്റൈലിൽ ഉണ്ടാക്കിയാണ്. അപ്പോൾ 2 ചുമന്ന മുളക് ഇട്ട് കൊടുത്തോണ്ടാണ് ഇതുമാതിരിയുള്ള കളർ വന്നത്. നമുക്കിതൊന്ന് കുടഞ്ഞ് വെച്ച് കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞു. പിന്നെ തിളം വരെ ഒരു 2 മിനിറ്റ് മൂടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വറുത്തിടാൻ റെഡിയാക്കാം. അടുപ്പിൽ പാത്രം വെച്ചിട്ട് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 2 വറ്റൽമുളക് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ചേർക്കാം. കറിവേപ്പില തണ്ട് ഇനി നമുക്കിത് എടുത്ത് വിടാം. രണ്ട് മിനിറ്റ് അടച്ച് വെക്കാം. അപ്പോൾ കാസർഗോഡ് സ്പെഷ്യൽ അവിയൽ ഓണത്തിന് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ചെയ്ത് വെക്കാം. നിങ്ങളുടെ വീട്ടിൽ അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കമൻറ്റ് ഇടാം.